അതിപ്പോൾ എല്ലാവർക്കും ചിരിക്കാനും കളിയാക്കാനും ഉള്ളൊരു കാരണമായി മാറിക്കൊണ്ടിരിക്കുക. മക്കൾ വഴിതെറ്റി പോകുമ്പോൾ അച്ഛനമ്മമാരെ പറയും പോലെ സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ടീച്ചർമാർ കേൾക്കുന്ന പഴി. ആ മോഡൽ ചേച്ചി എന്നാ ജാടയാ അവർക്ക്. എണീക്കടാ, ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. അതെ, അധികം വിളഞ്ഞാലേ തൂക്കിയെടുത്ത് ഞാൻ പുറത്ത് കളയും. കെട്ടിച്ച് വിടാറായല്ലോടാ. ഇവനൊക്കെ ആര് വേണ്ടി കൊടുക്കാ ടീച്ചറെ? സൈലൻസ്. ഇരിക്കടാ. ഞാൻ പ്രതീക്ഷിച്ച തന്നെ. കെവിൻ, അൽത്താഫ്, റോഷൻ 3 പേര് നാളെ പാരൻസിനെ കൂട്ടി ഹെഡ് മാസ്റ്ററെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. യഥാർത്ഥപ്പം തന്നെ വരണം. സ്കൂളിൽ വരാനാന്നേ ഒരപ്പന് 500 രൂപ വെച്ച് കൊടുത്താൽ മതി കവലയില്. പിന്നെ മറ്റു ചില കാര്യങ്ങളിലാ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള പരാതിക്ക് മുന്നിൽ ഞാൻ ഒന്ന് പിടിച്ചു വെക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്കൂളിൽ നടത്തിയ എസ്എ കോമ്പറ്റീഷൻ. യെസ് ടീച്ചർ, മൈ ഹീറോ. അതിൽ വിൻ ചെയ്തിരിക്കുന്നത് ജോയല്. അത് പിന്നെ അവന്റെ പേപ്പറൊക്കെ ഞാൻ എഴുതി, എനിക്കെപ്പോഴും അറിയായിരുന്നു. ഒരാളിനെ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. പക്ഷേ ജോയൽ ജോണിന്റെ മൈ ഹീറോ അത് നിങ്ങൾ എല്ലാവരും വായിക്കണം. ഒരാളിൻ്റെ ഹീറോ അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ടാകണമെന്നാണ് ജോയൽ പറയുന്നത്. ഈ കടലാസുകളിൽ നേച്ചറുണ്ട്, ജീവിതമുണ്ട്, പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്. ചേട്ടായിയാണ് ജോയലിന്റെ ഹീറോ. ഇതെന്റെ മാത്രമല്ല, നമ്മളുടെ എല്ലാവരുടെയും സമ്മാനമായി ഞാനിത് ജോയലിന് കൊടുക്കാണ്. വാങ്ങിക്കൂ. ഗുഡ് മോർണിംഗ്. ആയിക്കോട്ടെ മോനെ. ഗുഡ് മോർണിംഗ് മുതലാളി. എന്നാലും എന്റെ സീനെ നീ ഒന്ന് കാണണായിരുന്നു. എന്നതാ പെണ്ണിന്റെ ഒരു ജാട. എന്റെ അത്ര ഉണ്ടായിരുന്നോ? അതിന് മൊടയല്ല, ജാട. പ്രാർത്ഥിക്കുമ്പോഴാണ് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്. പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്ക് ഓരോ കാരണം ഉണ്ടല്ലോ. അല്ല ഇതിന്റെ ഷോൾഡർ എത്രയായിരുന്നു സീന? 8. എന്നിട്ട് ഇപ്പൊ എത്രയുണ്ട്? 8. ഉറപ്പാണോ? ടാപ്പിനേക്കാൾ കൃത്യമുള്ള കണ്ണാ, തർക്കിക്കാൻ നിൽക്കണ്ട. പക്ഷെ ഇടുന്നവരറിയില്ലല്ലോ ദാവിയേട്ടാ. ഇടുന്നവൻ അറിയണ്ടാവില്ല, പക്ഷെ നമുക്കറിയാലോ. അഴിച്ച് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. ശരിയാവുന്നില്ലെങ്കിൽ ടൗണിൽ പോയി ഇതേ തുണി എടുത്ത് വീണ്ടും സ്റ്റിച്ച് ചെയ്യണം. കാശ് ഞാൻ കൊടുത്തോളാം. പ്രശ്നം ഒന്നുമില്ല കഥർക്ക. നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് അതിനൊരു തൃപ്തി കിട്ടണ്ടേ? അത് നീ പറഞ്ഞത് നേരാ. ഒരു പണിയിലും ഒരു തൃപ്തിയും തരാത്തൊരു കള്ള ഹിമാർ ഇവിടെ ഉണ്ട്. ആര് പറഞ്ഞു സർപ്പകാവാണെന്ന്? ഇല്ലില്ല, അത് പണ്ട് സിനിമക്ക് വേണ്ടി സെറ്റ് എടുത്താ, പിന്നെ അങ്ങോട്ട് വളർന്നു പോയതാ. സർപ്പകാവൊന്നുമല്ല. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? വേണുമാഷേ, അതെ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇതെന്താ? അതെ, പറയുമ്പോ എക്സാജറേഷൻ ആണെന്ന് തോന്നരുത്. ഇല്ലില്ല, പറഞ്ഞോ. ഓ, ഇവിടെ പറഞ്ഞോ, അവിടെ പറഞ്ഞോ. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ അറിയപ്പെടാൻ പോകുന്ന ഒരു വലിയ എഴുത്തുകാരൻ നമ്മുടെ ഈ കല്ലൂർക്കാട് UPS സ്കൂളിൽ ജനിക്കാൻ പോവാ. നടക്കൂല. അയ്യോ, അവിടെ പറഞ്ഞോ, ഇവിടെ പറഞ്ഞോ. വേറെ ആരുമല്ല, നമ്മുടെ 10Bയിലെ ജോയലേ. വായിച്ചു നോക്ക്. എഴുത്തിന് എന്താ ഒരു ബ്യൂട്ടി, എന്തൊരു ലാംഗ്വേജ്, എന്ത് സ്ട്രോങ്ങാ. മൊത്തം സ്ട്രോങ്ങാ. എന്താ അത് നോക്കണോ? ഇവിടെ പറഞ്ഞതാ. അതെ ടീച്ചറെ, ഞാനില്ലേ കൂടെ ധൈര്യമായിട്ട് ചെയ്യാം. ഇതൊന്ന് വായിച്ചു നോക്കി. ഡയറക്റ്റ് ബയർ അല്ലേ, ബ്രോക്കർ ഒന്നും ഇല്ലല്ലോ. അപ്പം ശരി, അപ്പോൾ നമ്പർ പറഞ്ഞോ. ഒരു മിനിറ്റ്. പറഞ്ഞോ നമ്പർ. നമ്പർ പറഞ്ഞോ. 9844. ഹലോ. മൈ ഹീറോ, അതാണ് വിഷയം. സാധാരണ ഇങ്ങനൊരു വിഷയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ആരെക്കുറിച്ച് എഴുതും? എബ്രഹാം ലിങ്കൺ. എഴുതാൻ പുള്ളിയുടെ കഥ ബെസ്റ്റ് അല്ലേ? ഇതിപ്പോ അവന്റെ ചേട്ടനെ കുറിച്ചാ, ദാവീദ്.
അയാളാണ് അവന്റെ ഹീറോ. സ്വന്തം ചേട്ടൻ എങ്ങനെ അവന്റെ ഹീറോ ആയതെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അവൻ ആ എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. 3 ടോയ്ലറ്റും അറ്റാച്ചഡാ. ഒന്നിനും അകത്ത് പോകേണ്ട ആവശ്യമില്ല, എല്ലാം പുറത്ത് ചെയ്തൂടെ. അതെ, ഞാൻ ഇത്തിരി വള്ളിക്കെട്ടിലേക്കാണ്, ആരതി, പിന്നെ വിളിക്കാം. എല്ലാ ടീച്ചേഴ്സിന്റെ റിപ്പോർട്ടോട് കൂടി നമുക്ക് ഇത് NCERTക്ക് അയക്കണം. ഷുവർ ആയിട്ട് അവരിത് സെലക്ട് ചെയ്യും. ടീച്ചർ തന്നെ അങ്ങ് അയച്ചാ മതി. എന്റെ മോള് പ്രിയ അവളുടെ ഒരു പ്രോജക്റ്റ് NCERTക്ക് അയക്കുന്നുണ്ട്. പക്ഷെ ടീച്ചർ, ഇത് നമ്മുടെ സ്കൂളിന് ക്രെഡിറ്റ് കിട്ടുന്ന കാര്യമല്ലേ? ജാൻസി ടീച്ചർ പറഞ്ഞതിലെ ആ പഞ്ച് നമ്മുടെ സ്കൂളിൽ, പഞ്ചി. അതെനിക്ക് മനസ്സിലായി. ഞങ്ങളുടെ മക്കളൊക്കെ വേറെ സ്കൂളിലാ പഠിക്കുന്നേന്നുള്ളൊരു ഹിഡൻ. അത് അയ്യോ ടീച്ചറെ, ഞാനത് ഹിഡൻ ആയിട്ടല്ല, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉദ്ദേശിച്ചേ. പഠിപ്പിക്കുന്ന സ്കൂളിനെ കുറിച്ച് നമുക്കൊരു മതിപ്പില്ലേ? അവിടെ കുട്ടികളല്ല, സാർമാരാദ്യം തോറ്റുപോന്നെ. ഞാനിത് എന്തായാലും ഓ NCERTക്ക് അയക്കും. ഓ ശരി ശരി. ബാക്കി നമ്പർ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയപ്പോ ചെക്കന്റെ പൊങ്ങച്ചം കണ്ടോ? എന്തായാലും ശരി, ഇയാൾ പൊളിയാണല്ലോ. എവിടാ പേന് ഒന്ന് കാണിച്ചേ. ഇത് കൊള്ളാലോ, ഇത് ഞാൻ എടുക്കുകയാണ്. അയ്യോ, ഇതെനിക്ക് ചേട്ടായി കാണിക്കാനുള്ള. ചേട്ടായെ കുറിച്ച് ഇതിപ്പോ കിട്ടിയ പേനല്ലയോ? ഒന്ന് പോളാ അവിടുന്ന്. ഇത് വിൽക്കുവാണെ കുറച്ച് ചില്ലറെങ്കിലും കിട്ടും. അതങ്ങ് കൊടുത്തേക്കടാ. മൈ ഹീറോ എഴുതി ഇപ്പൊ നീ വലിയ ഹീറോ അല്ലയോ? ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യടാ. എന്നാ കേവനെ, നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലായോ? എന്നാ നമുക്കൊരു സെൽഫി എടുക്കാം. വാ എല്ലാരും വാ 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 വാ. ഓക്കെ, ശരിടാ. നീ എന്നാത്തിനാണോ അവന്മാരെ മൈൻഡ് ചെയ്യുന്നത്? അലവലാദികള്, എനിക്കവരെ കാണുന്നതേ ഇഷ്ടമല്ല. ഏയ് അങ്ങനൊന്നുമില്ലെന്നേ. അജയ, ആ കല്യാണ ബ്ലൗസ് വളരെ സൂക്ഷിച്ച് വേണ്ട സ്റ്റിച്ച് ചെയ്യാൻ. വളരെ വിലയുള്ള തുണിയാ. അജയ, അജയ, മോനെ അജയ, അജയ, എന്താ ഇത്? പൂവേ എന്താ എന്താ പ്രശ്നം? മച്ചാനോട് നമുക്ക് നല്ല റെസ്പെക്ട് ആണ്. പക്ഷെ ഇച്ചാട വരുത്തിണ്ടല്ല, ഇവൻ എന്റെ മേടിക്കൂട്ടാ. അവൻ കുറെ നാളെ എന്റെ പെങ്ങളുടെ പറയുന്ന കബൂറാക്കണെന്ന്. അയ്യോ, നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും. പേരെന്താണ്? സീന. സീന വെറുതെ സീനാക്കല്ലട സീന. നമുക്ക് കൊച്ചി വന്ന് വെറുതെ പറഞ്ഞു ഇവിടെ ഒന്ന് സെറ്റ് ആകാൻ നോക്കണേട്ടാ. അതിന്റെ ഇടക്കാണ് ഇവനൊരു മാരി. ഇത് ദാവിദേട്ടനോടും കൂടി ഏണിയിരുന്ന പരിപാടി ഉണ്ട്. ദാവിദേട്ടൻ കാണിക്കണം. ചേട്ടൻ പറഞ്ഞോണ്ട് ഞാൻ പോണേട്ടാ. പൊന്നിക്ക് നമ്മമ്മിള്ള പ്രശ്നം അമ്മമ്മി തീർത്തോളാം. ഇത് റംലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാ. അവനെന്ത് മേടിക്കാനോ? അവനെന്ത് കണ്ടോ? നിന്നെ കുന്നോളെ അവൻ. അജയ നോക്ക്, ഒന്നെങ്കിൽ പ്രേമം അല്ലെങ്കിൽ തൊഴിൽ, രണ്ടും കൂടെ ഇവിടെ നടക്കൂല. ഞാൻ സമ്മതിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ ഈ പ്രേമെന്ന് പറഞ്ഞ സംഗതി മനസ്സേ കയറിയ പിന്നെ അതങ്ങ് ഇറങ്ങിപ്പോകത്തില്ല. തയ്യൽ മെഷീൻ ചവിട്ടി തുടങ്ങിയ നമുക്കൊരു താളം കിട്ടത്തില്ലേ? അതുപോലൊരു താളവും ലയവും. ലോകത്തിന് സൗന്ദര്യം കൂടും ദാവിയേട്ടാ. കാറ്റിന് കുളിർമ കൂടും, പൂവിന് ഭംഗി കൂടും, പാട്ടിന്. മതി മതി നോക്ക്, നിന്റെ പ്രേമസാഹിത്യം ഒന്നും എനിക്ക് കേൾക്കണ്ട. ഈ പ്രേമെന്ന് പറയണതേ. ദാവിദേ, അയ്യോ ടീച്ചർ. അയ്യോ ദാവിദേ, ഇരിക്കാനൊന്നും സമയമില്ല. ആദ്യമായിട്ടാ ടീച്ചർ എന്റെ കടയിൽ നിന്ന് തയ്ച്ചു മേടിക്കാൻ വരുന്നത്. ഉറപ്പായിട്ട് ഞാൻ പറയാ, സ്ഥിരം കസ്റ്റമർ ആവും. രാമേട്ടാ, ഒരു ചായ. കടി ഇപ്പൊ എന്നെ വട ബോണ്ട എന്തായാലും മതി. ഓരോ വടം ബോണ്ട എടുത്തോ. ഇന്ന് എന്റെ മനസ്സ് സന്തോഷമായിട്ടിരിക്കുന്ന ദിവസമാണ് ടീച്ചറെ. ടീച്ചറിന്റെ സമ്മാനം എന്നെ കാണിച്ചു. ജോലി ഇപ്പൊ അങ്ങ് പോയേ ഉള്ളൂ. പേനക്ക് ഒരു 50 രൂപ വരുമോ ടീച്ചറെ? സമ്മാനത്തിന്റെ വില എന്ന് പറഞ്ഞ തുകയല്ല. ഇത് ഓ പിന്നെ ഇനി പ്രത്യേകിച്ച് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ടീച്ചർ കഴിച്ചാട്ടെ. അയ്യോ, എനിക്കൊരു ഇച്ചിരി മതി. കുറച്ചെടുത്താട്ടെ. ജോയല് സൂപ്പർ അല്ലേ ടീച്ചറെ? ഇദ്ദേഹത്തിന്റെ അനിയനല്ലേ, പിന്നെ മിടുക്കനാവാതിരിക്കോ? അപ്പം മരിക്കുമ്പോ ഒരു ആഗ്രഹം പോലെ പറഞ്ഞ അവനെ കളക്ടർ ആക്കണമെന്ന്. എന്റെ മടി കിടന്നാണ് അപ്പം മരിക്കുന്നത്. അപ്പൻ എന്നെ വലിയ കാര്യമായിരുന്നു. അവസാനത്തെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് സഹായിച്ചു കൊടുക്കണ്ടായോ? എനിക്കുണ്ടായിരുന്ന ഒരു അപ്പൻ മരിക്കാൻ നേരം പറഞ്ഞ അപ്പൻ ഉണ്ടാക്കിയ കടം മുഴുവൻ വീട്ടണമെന്നാ. എനിക്ക് നമ്മുടെ ജോയിന്റെ നല്ലൊരു ഫോട്ടോ വേണം. അവനെഴുതിയ മാറ്റഞ്ചിനെ NCERTക്ക് അയക്കാൻ പോവാ, ഡൽഹിക്ക്. ആണോ? സ്കൂളിൽ ടീച്ചറിന്റെ ഒരു നോട്ടം, അത് അവനൊരു കരുത്താ.
വീട്ടില് ഞാൻ നോക്കോളാം. ഒരാളെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തെറ്റിയാൻ തോന്നത്തല്ല എന്നല്ലയോ വചനം. എൻ്റെ മനസ്സിൽ അവനേ ഉള്ളൂ, അവൻ്റെ മനസ്സിൽ ഞാൻ. എന്നാ ശരി ദാവീദേ, തയ്ച്ചതിന്റെ കാശ്. ടീച്ചറോട് ഞാനിത് വാങ്ങുന്നത് ശരിയല്ല, എന്നാലും ഞാനിത് വാങ്ങുക. ഇത് ഗുരുത്തമുള്ള കാശാണ്. അപ്പൊ ശരി ദാവീദേ, ശരി എന്നാ. ഓക്കെ ബൈ. ശരി ടീച്ചർ.